Dear students, welcome to Notebook. ഇന്ന് മൂന്നാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ MS വേർഡ് എന്ന മോഡ്യൂൾ 2-ൽ ഉൾപ്പെടുന്ന മൂവിംഗ് ടെക്സ്റ്റ് ഇൻ MS വേർഡ് എന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ പബ്ലിക്കേഷൻസ്. അതിൽ MS വേർഡ് എന്ന ഒരു സെക്കൻഡ് മോഡ്യൂളിനകത്താണ് ടെക്സ്റ്റ് എങ്ങനെ മൂവ് ചെയ്യാം എന്നൊരു മെത്തേഡ് പഠിക്കേണ്ടത്. There are 3 methods for moving text in Word. MS വേർഡ് എന്ന വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിൽ 3 മെത്തേഡ് ഉപയോഗിച്ചാണ് ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പ്ലേസ് ചെയ്യുന്നു. ഒന്ന് കോപ്പി ആൻഡ് പേസ്റ്റ്, 2 കട്ട് ആൻഡ് പേസ്റ്റ്, 3 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലാണ് കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന 3 ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ബട്ടണുകൾ ലഭ്യമാണ്. നമ്മൾ MS വേർഡിന്റെ കമ്പോണന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ റിബണിനകത്ത് ബട്ടണുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന പോർഷനെയാണ് ടാബ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ടാബാണ് ഹോം ടാബ്. ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലാണ് കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണുകൾ ലഭ്യമാണ്. MS വേർഡിൽ 3 രീതിയിലാണ് ടെക്സ്റ്റിനെ മൂവ് ചെയ്യുന്നത്. ഒന്ന് കോപ്പി ആൻഡ് പേസ്റ്റ്, 2 കട്ട് ആൻഡ് പേസ്റ്റ്, 3 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അങ്ങനെ 3 രീതിയിലാണ് ഒരു ടെക്സ്റ്റിനെ ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലോട്ട് മാറ്റുന്നത്. അതിൽ ഫെമിലിയർ ആയ 2 മെത്തേഡാണ് കോപ്പി ആൻഡ് പേസ്റ്റ്, 2 കട്ട് ആൻഡ് പേസ്റ്റ്. എന്നാൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ലാർജ് ടെക്സ്റ്റിനെയൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫെമിലിയർ അല്ലാത്തൊരു മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന മെത്തേഡ്. MS വേർഡിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. MS വേർഡ് എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. വേർഡ് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്. ഇനി നമുക്ക് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ കട്ട് പേസ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ടെക്സ്റ്റ് മൂവ് ചെയ്യാമെന്ന് നോക്കാം. മൂവിംഗ് ടെക്സ്റ്റ് യൂസിങ് കോപ്പി പേസ്റ്റ് ഓർ കട്ട് പേസ്റ്റ്. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു എങ്ങനെ ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ നോക്കാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ 4 സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ദ ടെക്സ്റ്റ്. ഏത് ടെക്സ്റ്റിനെയാണോ മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പാരഗ്രാഫിനെയാണോ മൂവ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുന്നു. മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ 3 തവണ ക്ലിക്ക് ചെയ്തോ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹോം ടാബിൽ പോയി ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ചെന്ന് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യണമെങ്കിൽ അതിന് അടിസ്ഥാനത്തിലുള്ള അതിന് സൂട്ടബിൾ ആയ ബട്ടണിന് ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ Ctrl+C അല്ലെങ്കിൽ Ctrl+X എന്ന് പറയുന്ന കീബോർഡ് ഷോർട്ട്കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എവിടെയാണ് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കർസർ പ്ലേസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+V എന്ന കീബോർഡ് ഷോർട്ട്കട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടണകത്ത് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ 4 സ്റ്റെപ്പുകളായിട്ടാണ് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ കട്ട് പേസ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് മൂവ് ചെയ്യേണ്ടത്. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. 2 ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ പോയി കോപ്പി ചെയ്യാൻ ആവശ്യമുള്ള ബട്ടണകത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ആവശ്യമുള്ള ബട്ടണകത്ത് ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എവിടെയാണ് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ മൗസിന്റെ കർസർ പ്ലേസ് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+V എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്യുന്നു, കീബോർഡ് ഷോർട്ട്കട്ട് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ കൺട്രോൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിനകത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭ്യമാണ്. ഇനിയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് എങ്ങനെ മൂവ് ചെയ്യാമെന്ന് നോക്കാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈസ് അനദർ മെത്തേഡ് ഫോർ മൂവിംഗ് എ ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫെമിലിയർ അല്ലാത്തൊരു മെത്തേഡാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. പേരിനകത്തുണ്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നു. ടെക്സ്റ്റിനെ ഡ്രാഗ് ചെയ്ത് വേറെ
ലൊക്കേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് മൗസിന്റെ കീയെ റിലീസ് ചെയ്യുന്നു. അതിനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ച് ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യ സ്റ്റെപ്പിൽ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സെന്റൻസിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുന്നു. ഏത് ടെക്സ്റ്റ് ആണ് മൂവ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിന്റെ മുകളിൽ വെച്ചുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ അല്ല, ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബട്ടൺ റിലീസ് ചെയ്യാതെ, മൗസിന്റെ ലെഫ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ബട്ടൺ റിലീസ് ചെയ്യാതെ ടെക്സ്റ്റിനെ ഡ്രാഗ് ചെയ്തു പുതിയ ലൊക്കേഷനിൽ കൊണ്ടുവച്ചതിന് ശേഷം നാലാമത്തെ സ്റ്റെപ്പിൽ മൗസിന്റെ ബട്ടൺ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫെമിലിയർ അല്ലാത്ത മെത്തേഡാണ്. വളരെ ശരിയായ രീതിയിൽ മൗസ് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് ടെക്സ്റ്റിനെ വേറൊരു ലൊക്കേഷനിൽ കൊണ്ട് ചെന്ന് പ്ലേസ് ചെയ്ത് മൗസിന്റെ ബട്ടൺ റിലീസ് ചെയ്യാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ 3 മെത്തേഡ് ഉപയോഗിച്ചാണ് MS വേർഡിൽ ടെക്സ്റ്റിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ്, കട്ട് പേസ്റ്റ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അങ്ങനെ 3 മെത്തേഡ് ഉപയോഗിച്ചാണ് MS വേർഡിൽ ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.